അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, അവർക്ക് വേണ്ടി നാം സദാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. കാരണം സുൽത്താനുൽ ഉലമ സുന്നത്ത് ജമാഅത്തിന്റെ അഭിമാനമാണ്. സുന്നത്ത് ജമാഅത്തിന്റെ കാവലാണ് ഉസ്താദ്. ഉസ്താദ് ഒരുപാട് പതിനായിരക്കണക്കിന് ശിഷ്യന്മാര് അഹ്ലി സുന്നത്തി വൽ ജമാഅത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരുപാട് ശിഷ്യഗണങ്ങളെ വാർത്തെടുത്തിട്ടുണ്ട്. അപ്പോ കാന്തപുരം ഉസ്താദിനെ ഒരുപാട് വിമർശനങ്ങൾ ഇങ്ങനെ സദാ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. അതിനെല്ലാം പ്രശ്നത്തിലാക്കാതെ ഉസ്താദ് മുന്നേറിക്കൊണ്ടേയിരിക്കുന്നു, ഉസ്താദിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് മഹാത്ഭുതമാണ്. ഉസ്താദിനെ വിമർശിച്ചവരും പരിഹസിച്ചവരും പിന്നീട് ഖേദിച്ചു മടങ്ങുന്ന രംഗങ്ങളാണ് ഇതുവരെ കണ്ടത്, ഇപ്പോഴും കണ്ടത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉസ്താദിനെ ഇങ്ങനെ പരിഹസിച്ച്, ഉസ്താദിനെ ആരോപിച്ച്, ആക്ഷേപിച്ച്, പരിഹസിച്ച് ഇങ്ങനെ നടന്ന ഒരു കൂട്ടം ആളുകൾ ഇന്ന് ഉസ്താദിന്റെ മഹത്വം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഉസ്താദ് ഇന്ത്യൻ മുസ്ലിമുകൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു മഹാനാണ്. അങ്ങനെ ഒരു വ്യക്തി ഈ കേരളത്തിൽ ഇല്ല. അതായത് ഇന്ത്യൻ മുസ്ലിമുകൾക്ക് മൊത്തമായി സംസാരിക്കുന്ന മാത്രമല്ല, അവർക്ക് തന്നെ കൊണ്ട് എന്ത് ചെയ്ത് കൊടുക്കാനാവും എന്ന് നോക്കുന്നു. അവർ വിദേശ നാടുകളിൽ കുടുങ്ങിക്കിടന്നാൽ അവരെ രക്ഷപ്പെടുത്താൻ എന്ത് വഴിയുണ്ട് എന്ന് ഉസ്താദിന് ഇലക്ഷനിൽ വോട്ട് വാങ്ങാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഉസ്താദ് ജീവിക്കുന്നത് അള്ളാഹുവിന്റെ കൂലി ലഭിക്കാൻ വേണ്ടി, അള്ളാഹുവിന്റെ പ്രതിഫലത്തിന് വേണ്ടി, പൊരുത്തത്തിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് മതം നോക്കാതെ ആര് കുടുങ്ങിക്കിടന്നാലും. ഇതിൻ്റെ അടുത്ത് നമുക്കറിയാം, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് യമനിൽ കുടുങ്ങിയ ഒരു സ്ത്രീ, അതായത് കൊലക്ക് വിധിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ കൊല വിധിക്കപ്പെട്ട ആ സംഭവം വരെ ഇതുവരെ നടപ്പാക്കാതെ പോയത് ഉസ്താദിന്റെ ഇടപെടൽ മുഖേനയാണ്. അതുകൊണ്ട് ഉസ്താദിന്റെ ആ മഹത്വം എല്ലാവരും അംഗീകരിച്ചതാണ്. പുത്തനാശയക്കാർ ഉസ്താദിനെ വേട്ടയാടുന്നു. കാരണം ഇപ്പോൾ ഈ കേരളത്തിൽ സുന്നി ഐക്യമെന്നുള്ള വലിയൊരു സംഭവം ഉണ്ടാകാൻ പോകുന്നു എന്ന് അറിഞ്ഞ ഈ പുത്തനാശയക്കാർ എന്ത് ചെയ്യുന്നു? അവരെ മീഡിയകളിൽ ഉസ്താദിന്റെ ഈ വിഷയമിട്ട് ഉസ്താദ് മുസ്ലിം സമുദായത്തിന് എതിരാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അതിനെ ദുഷ്പ്രചരണം നടത്തി മുന്നേറുന്നു. പക്ഷെ അവർക്കുള്ള പ്രചരണങ്ങളെല്ലാം ചവിട്ടുകൊട്ടയിലേക്ക് എറിയപ്പെടുന്നതാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ അറിയിച്ചു കൊള്ളുന്നു. കാരണം കാന്തപുരം ഉസ്താദിന് വരുന്ന ഏത് വിമർശനവും അതിനെ വളരെ ശക്തമായി അവർ അതിജയിച്ച് അവർ മുന്നേറിയ സംഭവങ്ങളേ ഉള്ളൂ. ആരെന്ത് കുതന്ത്രം മെനഞ്ഞാലും അവർ തന്നെ ആ കുതന്ത്രത്തിൽ വീഴുകയുള്ളൂ എന്നതാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഉസ്താദിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. കാരണം അവിടുത്തെ പിന്നിൽ ലക്ഷക്കണക്കിന് മോമിനികളുണ്ട്. അതുകൊണ്ട് ഉസ്താദിനെ വിമർശിക്കാനും പരിഹസിക്കാനും ഉസ്താദിന്റെ സ്ഥാനം കുറക്കാനും ആരും ശ്രമിച്ചിട്ട് കാര്യമില്ല. കാരണം അള്ളാഹു തആല ഒരാളെ ഉയർത്താൻ ശ്രമിച്ചാൽ അവരെ ആർക്കും താഴ്ത്തിക്കളയാൻ സാധിക്കുകയില്ല. കാരണം ഉസ്താദിന്റെ ജീവിതം അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടിയാണ്. അല്ലാതെ ഇവിടെ ഇലക്ഷനിൽ മത്സരിച്ചിട്ട് ഒരു മുഖ്യമന്ത്രി ആവാനോ പ്രധാനമന്ത്രി ആവാനോ അല്ല, ആരുടെ ഒരു കയ്യടി വാങ്ങാനോ അല്ല, മറിച്ച് ലില്ലാഹി അള്ളാഹുവിന് വേണ്ടി മാത്രമാണ്. അള്ളാഹുവിന് വേണ്ടി ഒരാൾ ജീവിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ സഹായം എപ്പോഴും അയാൾക്ക് ഉണ്ടാകുമെന്നുള്ളതാണ്. അതുകൊണ്ട് ആരും ഉസ്താദിനെ തകർക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. ഉസ്താദിന്റെ മഹത്വങ്ങൾ ഉയർന്നുകൊണ്ടേ പോകുന്നു. ഇൻഷാ അല്ലാഹ് ദീർഘായുസ്സും ആഫിയത്തോടെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉസ്താദിന്റെ തണലിലായി നമ്മൾക്കും ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.